ചേക്കിഴാർ സ്വാമികളുടെ പെരിയ പുരാണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കൃതി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് രമണ മഹർഷി പറയുമ്പോഴാണ്. ഭഗവാൻ രമണ മഹർഷി കുട്ടിയായിരിക്കുമ്പോൾ ആദ്യമായി വായിച്ച പുസ്തകം ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണമാണ്. അമ്മാവൻ്റെ വീട്ടിൽ ശേഖരിച്ചിരുന്ന പുസ്തകങ്ങളിൽ വച്ച് പെരിയ പുരാണം യാദൃച്ഛികമായിട്ട് രമണ മഹർഷി കാണുകയും ആ കുട്ടി അത് വായിക്കുകയും ചെയ്തു. വായിച്ച മാത്രയിൽ തന്നെ ഈ കുട്ടി അത്ഭുത പരതന്ത്രനായി മാറി. പിന്നീട് ജീവിതകാലം അത്രയും പെരിയ പുരാണത്തെ നെഞ്ചേറ്റിലാളിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. രമണ മഹർഷിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു മഹാകൃതിയാണ് ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണം. രമണ ഭഗവാൻ കുട്ടിക്കാലത്ത് മീനാക്ഷി ക്ഷേത്രത്തിൽ സുന്ദരേശ സന്നിധിയിൽ എപ്പോഴും നിന്ന് തൊഴുവാറുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിക്ക് ഈ പുസ്തകം വായിക്കാനിടയായത്. അങ്ങനെ ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ സന്യാസിമാരെ പോലെ തനിക്കും ഒരു മഹായോഗിയായി മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ എല്ലാ ദിവസവും മീനാക്ഷി ക്ഷേത്രത്തിലെ സുന്ദരേശ്വര സന്നിധിയിൽ ചെന്ന് നിന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, ഈ ഭക്തന്മാരെ പോലെ എനിക്കും എന്നും ഭക്തി ഉണ്ടാകണമേ, എനിക്ക് എന്നാണ് ഈ ഭക്തി കൈവരുന്നത് എന്ന് മനസ്സിൽ ചോദിക്കും, ദേവനോടായിട്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ രമണൻ എന്ന കുട്ടിയുടെ കണ്ണുകളിൽ നിന്ന്, വെങ്കടരാമൻ എന്ന കുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുമായിരുന്നു. അങ്ങനെ നിരന്തരം മീനാക്ഷി ക്ഷേത്രത്തിലെ സുന്ദരേശ സന്നിധിയിൽ നിന്ന് ഈ കുട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കും, ഈ 63 നായനാർമാരെ പോലെ തനിക്കും ശിവഭക്തി കൊണ്ട് തൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി ക്ഷേത്രത്തിലെ സുന്ദരേശമൂർത്തി തന്നെയാണ് രമണ ഭഗവാനെ ഇതേപോലുള്ള ഒരു ഭഗവാനാക്കി മാറ്റിയത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതേപോലെ തന്നെ പിന്നീട് രമണ ഭഗവാൻ ചേക്കിഴാരുടെ പെരിയ പുരാണം പോലെ തന്നെ ശ്രദ്ധേയമായൊരു കൃതിയുണ്ട്, സംസ്കൃതത്തിലെ ശിവഭക്തി വിലാസം. അത് സ്കന്ദപുരാണത്തിൻ്റെ ഒരു ഉപപുരാണമാണ്. ഈ സംസ്കൃത കാവ്യവും അത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ തർജ്ജിമ ചെയ്യപ്പെട്ട അതിപ്രാചീനമായ കൃതി രമണ മഹർഷി സ്വന്തമാക്കുകയും മലയാളത്തിലാണ് അതിൽ വായിച്ച് മനസ്സിലാക്കുകയും അതിൽ ചില കുറിപ്പുകൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേക്കിഴാരുടെ പെരിയ പുരാണവും സംസ്കൃതത്തിലെ ശിവഭക്തി വിലാസത്തിൻ്റെ മലയാള തർജ്ജിമയുമാണ്. രമണ മഹർഷിയെ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട മറ്റ് 2 പുസ്തകങ്ങൾ, അതിലെ പെരിയ പുരാണം കുട്ടിക്കാലം മുതലേ തന്നെ തമിഴിലുള്ളത് അദ്ദേഹത്തിന് വായിച്ച് ഹൃദ്യസ്ഥമാക്കാൻ കഴിഞ്ഞു. പിന്നീട് ആണ് ഭക്തവിലാസം, ശിവഭക്തവിലാസം സംസ്കൃതത്തിലെ കൃതി അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വായിക്കുന്നത്. അതിൽ രമണ മഹർഷി ചില കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. ആ പഴയ പുസ്തകത്തിൽ ഇപ്പോഴും തിരുവണ്ണാമലയിലെ രമണാശ്രമത്തിൽ ആ പുസ്തകം ഇരിപ്പുണ്ട്. മലയാളിയായ ഒരമ്മയാണ് അത് തർജ്ജമ ചെയ്തത്. ഞാൻ ആ പേര് മറന്നുപോയി. ആ അമ്മ അതിപ്രാചീന പണ്ട് കാലത്ത്, അതായത് രമണ മഹർഷിയുടെ കാലത്ത് മലയാളത്തിലേക്ക്
തർജ്ജിമ ചെയ്തതാണ് ശിവഭക്ത വിലാസം എന്ന കൃതി. ആ മലയാളത്തിൽ എഴുതിയ കൃതിയുടെ മുൻഭാഗങ്ങളിൽ ചിലയിടത്തൊക്കെ രമണ മഹർഷി തൻ്റെ കൈപ്പടയിൽ പേരുകൾ, ഈ ശിവഭക്ത വിലാസത്തിലെ പ്രധാനപ്പെട്ട 63 നായനാർമാരെക്കുറിച്ചുള്ള പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. ഞാനത് ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രമണ മഹർഷിയാൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണവും സംസ്കൃതത്തിലെ ഒരു ഉപപുരാണമായ ശിവഭക്ത വിലാസവും. രണ്ടും ഈ 63 ശിവയോഗികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ശിവയോഗികൾ പറയുന്ന കഥയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശിവഭക്ത വിലാസത്തിലെയും അതേപോലെ പെരിയ പുരാണത്തിലെയും കഥാപാത്രങ്ങൾ ഒന്നാണെങ്കിലും അതിൽ വിവരിക്കുന്ന സംഭവങ്ങൾക്കും ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട്. നമുക്ക് പെരിയ പുരാണം മാത്രം നോക്കിയാൽ മതി. ഇതിൽ പെരിയ പുരാണത്തിൽ പറയുന്ന ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ശിവഭക്തി വിലാസത്തിൽ, സംസ്കൃതത്തിലെ ശിവഭക്തി വിലാസത്തിൽ ഉപമന്യു മുനി കൈലാസത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് ശിവഭക്തി വിലാസം എന്ന സംസ്കൃത പുരാണത്തിൻ്റെ കഥ പോകുന്നത്. അവിടെ നിന്ന് അഗസ്ത്യർ തമിഴകത്തിലെ കാഞ്ചിയിലെ മുനിമാർക്ക് ശിവഭക്തി വിലാസത്തിലെ ആ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പെരിയ പുരാണത്തിലെ ഉപമന്യു മുനി കൈലാസത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് പെരിയ പുരാണം ആരംഭിക്കുന്നത്. ഉപമന്യു മുനി ആദ്യം സുന്ദരൻ്റെ കഥയാണ് വിവരിക്കുന്നത്. സുന്ദരൻ്റെ കഥ വിവരിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ ഉപമന്യു മുനി കൈലാസത്തിലെ മഹർഷിമാർക്ക് വേദാധ്യയനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ മുൻപാകെ ഒരു മഹാദിവ്യ തേജസ് വന്നുത്ഭവിച്ചു. അവരെല്ലാം ആ ദിവ്യ തേജസ്സിനെ കണ്ടു. ആ ദിവ്യ തേജസ്സിൻ്റെ ഉറവിടം ഏതാണ് എന്ന് ഈ മഹർഷിമാർ ഉപമന്യു മുനിയോട് ചോദിച്ചു. അപ്പോൾ ഉപമന്യു മഹർഷി പറയുകയാണ്, ഇത് സുന്ദരരുടെ തിരിച്ചുവരവാണ്, കൈലാസത്തിലേക്കുള്ള തിരിച്ചുവരവാണ് എന്ന് ഉപമന്യു മുനി പറഞ്ഞു. ആ സുന്ദരരുടെ കഥയാണ് ആദ്യമായിട്ട് ഉപമന്യു മുനി തൻ്റെ ഭക്തന്മാർക്ക് വിവരിക്കുന്നത്. ഹിമാലയ ശൃംഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന കൈലാസപർവ്വതത്തിൽ ശ്രീ പരമേശ്വരസ്വാമി ശ്രവണ മധുരമായ വേദോച്ചാരണങ്ങളോടുകൂടി ശ്രീ പാർവതിയോടുകൂടി അവിടെ വിലസുന്നു. അവിടെ വച്ചിട്ട് ഇതാ നോക്കൂ, ആ പെരിയ പുരാണത്തിൽ ആരംഭം എങ്ങനെയാണ്? ധാതുസമ്പന്നവും ഇടതോർന്നു നിൽക്കുന്നതും വൈവിധ്യമേറിയതുമായ തരുക്കളാലും പുഷ്പങ്ങളാലും ലതകളാലും അനേകം അരുവികളാലും അലങ്കൃതവും വിവിധ തരം മൃഗങ്ങളാലും പക്ഷികളാലും ആവാസകേന്ദ്രമായ ഭൂതഗണങ്ങൾ വസിക്കുന്ന ആയിരക്കണക്കിന് സൂര്യന്മാരുടെ പ്രഭയോടെ തിളങ്ങുന്ന മണിമാളികയ്ക്കുള്ളിലാണ് പരമശിവൻ പാർവതിയോടൊത്ത്, സുബ്രഹ്മണ്യനോടൊത്ത്, ഗണപതിയോടൊത്ത് കഴിയുന്നത്. ആദിത്യനും മരുത്ത് ഗണങ്ങളും ദേവന്മാരും യക്ഷഗന്ധർവ കിന്നന്മാരും അതേപോലെ സിദ്ധന്മാരും കിംപുരുഷന്മാരും സനകാദി മുനിമാരും നന്ദി തുടങ്ങിയ ദേവന്മാരും എല്ലാം തന്നെ സേവന തൽപരരായി ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നു. വേദസ്തുതികളാലും ഗാനാലാപനം കൊണ്ടും നൃത്തവാദ്യങ്ങളെ കൊണ്ടും അവർ ഭഗവാനെ ഉപചരിച്ചു കൊണ്ടേയിരുന്നു. ആ പരമപവിത്രമായ കൈലാസത്തിൻ്റെ താഴ്വരയിലാണ് ഉപമന്യു മഹാമുനി ഈ മഹാ തേജസ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ തേജസ്സിനെ ഉപമന്യു മഹാമഹർഷി സാഷ്ടാംഗം പ്രണമിക്കുന്നു. അപ്പോൾ അടുത്തു നിന്ന മഹർഷിമാർ ചോദിക്കുകയാണ്, സർവാരാധ്യനായ അങ്ങ് ഇതിനെ എന്തുകൊണ്ടാണ് വണങ്ങുന്നത് എന്ന മുനിമാരുടെ ചോദ്യത്തിന് മറുപടിയായി, ഈ തേജസ് മഹേശ്വരൻ്റെ തന്നെ പ്രതിബിംബമായ സുന്ദരരാണ്. മഹേശ്വര ശാപം കൊണ്ട്
ഭൂലോകത്ത് മർത്യജന്മമെടുക്കേണ്ടി വന്ന ഇദ്ദേഹം അവിടെയുള്ള ശിവക്ഷേത്രങ്ങളിൽ ആരാധിച്ച് ഭക്തിരസം തുളുമ്പുന്ന ഗീതങ്ങൾ കൊണ്ട്, തേവാരങ്ങൾ കൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്തി. മാത്രമല്ല, ലോകത്തെ എല്ലാ ശിവഭക്തന്മാരെയും, പ്രത്യേകിച്ച് 63 നായനാന്മാരെ ദാസഭാവത്തെ സ്തുതിച്ചു. ഇപ്പോൾ ശാപമോക്ഷം ലഭിച്ച് കൈലാസത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ സുന്ദരനാണ് സുന്ദരമൂർത്തി നായനാരായിട്ട് ഭൂമിയിൽ അവതരിച്ചിട്ട് അദ്ദേഹം തിരുത്തൊണ്ടത്തൊക എന്ന കാവ്യം പദ്യം രചിക്കുന്നത്. തിരുത്തൊണ്ടത്തൊകയിൽ അദ്ദേഹം ദാസഭാവം സ്വീകരിച്ചുകൊണ്ട്, ദാസഭാവത്തിലാണ് ഈ 63 നായനാന്മാരെക്കുറിച്ച്, ഈ 63 ശിവയോഗികളെക്കുറിച്ച് കീർത്തനങ്ങൾ പാടിയത്. ഈ കീർത്തനമാണ് ചേക്കിഴാർ തൻ്റെ രാജാവായ ചോള രാജാവിനോട് ചൊല്ലിയത്. അത് ആദ്യത്തെ ഭാഗം അന്തണർ, അവിടെ വാഴുന്ന അന്തണർ എന്ന ഭാഗമുണ്ട്. തില്ലൈ വാഴും അന്തണർ എന്ന ഭാഗം ശിവഭഗവാനാണ് ചൊല്ലിക്കൊടുത്ത്. തുടർന്ന് തിരുത്തൊണ്ടത്തൊക രാജാവിനെ ചൊല്ലിക്കേൾപ്പിക്കുകയും ചെയ്തു. രാജാവ് പറഞ്ഞു, ഈ രീതിയിൽ ആ ശിവഭക്ത വിലാസത്തിലെ ആ ശിവയോഗികളെ അങ്ങ് പാടി ഒരു മഹാകാവ്യം രചിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് 4000-ലേറെ ശ്ലോകങ്ങളിലൂടെ ചേക്കിഴാർ പെരിയ പുരാണം രചിക്കുന്നത്. ഇതാണ് ആ സംഭവം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മുതൽ ഈ സുന്ദരരുടെ ജീവിതത്തെ ഉപമന്യു മുനി എങ്ങനെയാണ് ഋഷിമാർക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഓം ശിവായ നമഃ.